മിസ് എങ്ങനെ ഇതൊന്നും ഉള്ളിലത്തെ നമ്മുടെ സർക്കിളിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ മായ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കിപ്പോൾ കിട്ടിയ ഷേപ്പ് ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് വരച്ചെടുക്കുക എന്നുള്ളതാണ്. വേണ്ടോ ഈ റൗണ്ടിൻ്റെ ഈ ഭാഗവും നമ്മൾ ഈ വരച്ച ഈ ഒരു സൈഡും ഒന്ന് കറക്റ്റാക്കിയിട്ട് വരച്ചെടുക്കാം. ഇതിന് ശേഷം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ച സാധനത്തിൻ്റെ നമ്മളിവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ എം എഴുതി കൊടുക്കുകയാണ്. എം, ഈ എമ്മിനെ ജസ്റ്റ് ഇതിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു കർവ് മുകളിലേക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു ലൈൻ മുകളിലേക്ക്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി മുകളിൽ നമ്മളൊരു ഓവൽ ഷേപ്പ് വരച്ചു. ഈ ഓവൽ ഷേപ്പ് എന്താണ്? ഇതൊക്കെ നമ്മുടെ ബേസിക് ഷേപ്പുകളാണ്. ഈ എല്ലാം നമ്മളിപ്പോൾ ഈ വരച്ച എല്ലാം അതിപ്പോൾ നമ്മൾ സിക്സാഗ് പഠിച്ചു കഴിഞ്ഞാൽ സിക്സാഗ് നമുക്ക് എം ആയിട്ട് യൂസ് ചെയ്യാം. കണ്ടോ, നമ്മൾ ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പിക്ചർ വരയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വളരെ ചെറിയ 2 സർക്കിൾ വെച്ചിട്ടാണ് മിസ് ഈ ഒരു ബ്രഞ്ചാൾ വരച്ചത്. ഇനി നോക്കിയേ, നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ സർക്കിളിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അത് മായ്ച്ചു കൊടുത്തു. ഇനി നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. നമ്മൾ ക്ലാസ്സിൽ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കളർ അടിച്ച് പോവുകയല്ല വേണ്ടത്. ഷെയ്ഡിങ്ങിനൊക്കെ അതിൻ്റെതായ രീതികളുണ്ട്. അപ്പോൾ അതൊക്കെ മിസ് ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ നമ്മുടെ എന്ത് പിക്ചറിനും അതിൻ്റേതായ ഭംഗി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയ്ഡിങ് കറക്റ്റായിട്ട് വരണം അല്ലേ? നമുക്കൊരു ഒറിജിനാലിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഷെയ്ഡിങ് വരണം. ഷെയ്ഡിങ് മാത്രമാണോ ക്ലിയർ ആവേണ്ടത്? അല്ല, എന്ത് വസ്തുവിനൊരു നിഴലുണ്ടാവും അല്ലേ? ആ നിഴലും ഒക്കെ കൂടി നമ്മൾ വരച്ചെടുത്താൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, അവിടെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഇത് ഒറിജിനലാണോ എന്ന് തോന്നിപ്പോകും നമുക്ക് ഓരോ പിക്ചർ കാണുമ്പോഴും. അപ്പോൾ അത്രയും ഹൈ ലെവലിലേക്കൊക്കെ നമ്മൾ വളരണം. അതിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, എത്ര കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിക്ചേഴ്സ് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ടോ, സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വളരെ ചെറിയൊരു പിക്ചറാണ്. ഇതെന്താണ്? ഇത് നമ്മുടെ ഈ ബ്രിഞ്ചാളുടെ ഷാഡോ. ഓക്കെ, ഷാഡോ വന്നാൽ മാത്രമാണ് നമ്മുടെ പിക്ചർ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊക്കെ വന്നതെന്നുള്ളതൊക്കെ നീറ്റായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരും കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടൊരു പിക്ചർ നമ്മളെങ്ങനെയാണ് വരച്ചത്? നമ്മുടെ വെറും ഒരു സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ വരച്ചത്. ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് എത്ര വലിയ പിക്ചേഴ്സ് നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ് വരയ്ക്കുക? നമ്മുടെ ഈ ബേസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പിക്ചറാണെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ.